ഇനി കാണപ്പോവത് നിജം. കഴിഞ്ഞ ദിവസം മലക്കോട്ടെ വാലുവിന്റെ ഒരു കിടിലൻ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അത് ഡീകോഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇന്ന് വേറൊരു പോസ്റ്റർ വന്നു. എന്റെ മോനോ, അതും കിടിലൻ. ഇന്ന് ഈ രണ്ട് പോസ്റ്റേഴ്സും നമുക്ക് നോക്കിക്കളയാം. അപ്പോ നേരെ പോയേക്കാം. ആദ്യം തന്നെ ഈ ഒരു പോസ്റ്റർ നോക്കാം. ഈ ഒരു പോസ്റ്റർ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടോ? ഞാൻ ഈ ഒരു പോസ്റ്റർ ആദ്യം കണ്ടപ്പോൾ ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഓർത്തിരുന്നു. വേറൊരു സിനിമയുടെ ഒന്നും അല്ല, എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് കെക്കാക്ക് എന്നൊരു റിച്വലാണ്. ബാലിയിലൊക്കെ ഇപ്പോഴും ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. ഇതൊരു റിച്വലാണെന്ന് പറയാനുള്ളൊരു കാരണം ഇതിനൊരു രാമായണ കണക്ഷൻ ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പണ്ട് രാമനെ സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത് വാനരന്മാരായിരുന്നു. അപ്പോൾ അവർ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് നടുക്കായിട്ട് ഹനുമാനെ ഇരുത്തി റിച്വൽ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം മേ ബി ഇവിടെയും അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കും. എന്തെങ്കിലും ഫൈറ്റോ കാര്യങ്ങൾക്ക് മുമ്പായിരിക്കും ഈ ഒരു സീൻ. പിന്നെ ഈ ഒരു കൂട്ടം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, എല്ലാവർക്കും ഒരു അഘോരി ലുക്കാണ്. അതിൽ കുറച്ചുപേർ മാത്രമാണ് സ്ത്രീകളായിട്ടുള്ളത്. മേ ബി ഇനി ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഡാൻസ് ആയിട്ട് വല്ലതാണോ എടുത്തു വെക്കുക? പിന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, മലയാള സിനിമയിൽ ഈ ഒരു സീൻ എങ്ങനെ ആയിരിക്കും ഷൂട്ട് ചെയ്തതെന്ന്. കാരണം ഇത്രയും ആൾക്കാരെയൊക്കെ വെച്ച്. പിന്നെ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന ഡയറക്ടറിലാണ് വിശ്വാസം. ഈ ഒരു പോസ്റ്റർ കണ്ടിട്ട് തന്നെ കിടിലനായിരുന്നു. അപ്പോൾ ആ ഒരു സീനിന്റെ ഒരു ഇമ്പാക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ഇന്നൊരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, അതൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ലാലേട്ടന്റെ ആ ലുക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഫിസിക്കലി പുള്ളി നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട്. ആ ബോഡി ഷേപ്പൊക്കെ കിടിലൻ. ആ ഒരു പോസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു യുദ്ധം തന്നെയാണത്. ഒരു കോട്ടയ്ക്ക് നടുക്കായിട്ട് ലാലേട്ടന്റെ കഥാപാത്രം. ലാലേട്ടനെ ചുറ്റി വളഞ്ഞ് കുറെ ബ്രിട്ടീഷുകാരും നിൽപ്പുണ്ട്. എല്ലാം തകർന്നടിഞ്ഞ് അവിടെ കിടപ്പുണ്ട്, കാളയും കോട്ടയുടെ തൂണും എല്ലാം. പക്ഷെ ലാലേട്ടന്റെ ഫേസിൽ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു വമ്പൻ ഫൈറ്റിന് വേണ്ടി പുള്ളി തയ്യാറെടുക്കുകയാണ്. ഇതൊരു ഇൻട്രോ ഇന്റർവെല്ലാണോ അതോ ക്ലൈമാക്സോ? മേ ബി ടിനു പാപ്പച്ചൻ പറഞ്ഞ തിയേറ്റർ കുലുക്കുന്ന ഒരു ഇൻട്രോ ഇതാണോ? എന്തായാലും ഈ രണ്ട് പോസ്റ്ററും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ LJPയുടെ മാസാണ്, കൂടുതൽ ആളുകൾക്കും ഇഷ്ടപ്പെട്ട് എന്ന് വരില്ല. എന്തായാലും നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചിത്രം കണ്ടിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.